താങ്ക് യു. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്ന്. എല്ലാ യങ്സ്റ്റേഴ്സിനെയും വിളിച്ചപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു വിചാരിച്ചു. എല്ലാവരും നെർവസായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നെർവസാണ്. ബട്ട് ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഈ പടത്തിൽ വന്ന് ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എല്ലാവരും കൂടെ അഭിനയിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ അഭിനയിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ഡ്രസ്സ് ചെയ്ത് നിൽക്കുമ്പോൾ ടൈനൊരു നോട്ടിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഈ ക്രൂ മൊത്തം വെയിറ്റ് ചെയ്ത് നിൽക്കുക, അത് ശരിയാക്കിയിട്ടേ ഷൂട്ട് ചെയ്യണുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ആ ഡയറക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ ആ ടീമിൻ്റെ ആ ക്വാളിറ്റി എനിക്ക് ആ നിമിഷം മനസ്സിലായി. അതെനിക്ക് അതിനുശേഷം ഞാൻ ഫുൾ പക്കയായിട്ടാണ് എപ്പോൾ വിളിച്ചാലും റെഡി 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 ആ സാധനത്തിലാണ് നിൽക്കേണ്ടത്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും ഒരു മൈന്യൂട്ട് സാധനം പോലെ ഒരു പൊട്ട് പോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ പോലും അത് കളഞ്ഞിട്ട് അവർ ചെയ്യുള്ളൂ. അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഐ എം പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമില്ല, ഒരൊറ്റാളുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഫാൻ ബോയ് മൊമെന്റ് ആണോ? ഞാൻ പറഞ്ഞതല്ല, ധ്രുവൻ പറഞ്ഞതാ. ഞാൻ കേട്ടത് തിരിഞ്ഞു പോയതാണോ? അത് ഞങ്ങൾ മാത്രമേ അഭിനയിച്ചുള്ളൂ, ബാക്കി എല്ലാവരും കൂടെ അഭിനയിക്കണം എന്നുണ്ടായിരുന്നു. സാധിച്ചില്ല. മൈ മിസ്റ്റേക്ക്, സോറി. ബട്ട് സ്റ്റിൽ ഫാൻ ബോയ് മൊമെന്റ് ആണ്, അത് കറക്റ്റ് ആണല്ലോ. ബട്ട് സ്റ്റിൽ ഫാൻ ബോയ് അല്ലാന്ന് ടോബി പറയുന്നു. ഓക്കെ, ഹീസ് ടെല്ലിങ്. എൻ്റെ മിസ്റ്റേക്ക് അല്ല കേട്ടോ. എവ്രിബഡി ഈസ് എ ഫാൻ ബോയ് ഓഫ് യു. അതിപ്പോൾ എത്ര സിനിമയിൽ അഭിനയിച്ചാലും ആ ഒരു ഫാൻ നമുക്ക് മനസ്സിൽ തോന്നും. ഫാൻ എന്ന് ആ ഒരു ആരാധന നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ ഇറ്റ് സ്റ്റിൽ ദെയർ. അത് എത്ര മൂവി കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ദെയർ. ഐ മീൻ റൈറ്റ്? ശരിയല്ലേ? യെസ്. ഇൻ മൈ ഡിഫെൻസ് ഹീസ് എഗ്രീയിങ്. താങ്ക് യു.